ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഗ്രീൻ പീസ് മസാല ആട്ടോ ചെയ്തെടുക്കുന്നത്. നമുക്ക് ബീച്ച് സൈഡിലൊക്കെ കിട്ടുന്ന ഒരു ഗ്രീൻ പീസ് മസാല ഇല്ലേ, കോഴിക്കോട് ബീച്ചിൻ്റെ അവിടെയൊക്കെ എപ്പോഴും കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് എടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഫ്ലെയിം നമ്മൾ നന്നായിട്ട് കുറച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്തത്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇപ്പം നമ്മളെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് സാധാരണയുള്ള ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു 4-5 വിസിലിനൊക്കെ വേവിച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു മസാലയും ആ ഒരു ഗ്രീൻ പീസ് എല്ലാം കൂടെ ഒരുപോലെ ഒന്നിങ്ങനെ മിക്സ് ആവുന്ന രീതിയിൽ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, പിന്നെ 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു മസാല ഒന്നിങ്ങനെ സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വേവിച്ചിട്ടുള്ള ഒരു ഗ്രീൻ പീസ് ആണെങ്കിൽ അതിൻ്റെ ഒരു വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമ്മളൊന്നിങ്ങനെ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നല്ല ഒരു ഫ്ലേവറൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടിക്കോളും. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമ്മളിതാ തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ആ മസാല ഇവിടെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ ആയിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഈ ഒരു മസാല കഴിക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ചും കൂടെ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 5 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു കുറച്ച് സെക്കൻഡ്സ് നമ്മളൊന്നിങ്ങനെ അത് ലീവ് ചെയ്ത് വെക്കാം കേട്ടോ. ഒന്നിങ്ങനെ അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ മെല്ലെ ഒന്നിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ്. ഒരുപാടങ്ങ് പൊടി പോലെ ആവാതെ കുറച്ച് ഇങ്ങനെ കട്ടകട്ടായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളെല്ലാം തന്നെ ഒരു മസാലയിലേക്ക് മുട്ട ചേർത്തിട്ട് വേണമെങ്കിലും സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ ബീച്ച് സൈഡിലൊക്കെ കിട്ടുന്ന ഒരു മുട്ടയുടെ ഇതുപോലെ അവർ മസാല മാറ്റി വെച്ചിട്ട് നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ സിംഗിളാണോ ഡബിളാണോ എന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് മുട്ട ചേർത്തിട്ട് അതിലേക്ക് മസാല ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ലാസ്റ്റ് ഒരു ടൊമാറ്റോ ചെറിയ പീസായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണേ. തക്കാളി നമ്മൾ ഒരുപാട് അങ്ങ് വഴറ്റരുത്, ഒന്ന് ചെറുതായിട്ടൊന്നും കടിക്കണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യണം. എന്നിട്ട് നമുക്കിത് ഇതിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സവാളയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ അവർ ഒരു കുഞ്ഞു പ്ലേറ്റിലേക്ക് ഇതുപോലെ കുറച്ച് സവാളയും മല്ലിയിലയും ഇട്ടിട്ടാണ് തരിക. അപ്പോൾ അതും കൂടെ അങ്ങനെ ജസ്റ്റ് കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഭയങ്കര ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ടും. അത്യാവശ്യം അങ്ങനെ ഫ്ലേവറൊക്കെ ആയിട്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ. ഇതാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. ഞാനിത് കഴിച്ചിട്ടുള്ളത് കോഴിക്കോട് ബീച്ച് സൈഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കാണുന്നവർ കോഴിക്കോട് ബീച്ചിൽ നിന്നല്ലാതെ വേറെ എവിടെയെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ.